പ്രിയമുള്ളവരെ, വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയെ അപകീർത്തിപ്പെടുത്താൻ നിരന്തര ശ്രമങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാനാണ് ഈ ചെറിയ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചൂരൽമലയിൽ ആ വലിയ ഉരുൾപൊട്ടലിൽ ഒരു നാട് തന്നെയാണ് ഒഴുകിപ്പോയത്. എത്രയോ മനുഷ്യർ ഈ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിപ്പോയി. ആ വിടവാങ്ങലിൻ്റെ നോവും വേദനയും നഷ്ടവും എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ബാക്കിയുള്ളവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ധാരണകളുണ്ട്. കുറച്ച് കുടുംബങ്ങൾക്ക് എവിടെയെങ്കിലും കുറച്ച് വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നല്ല, മറിച്ച് എല്ലാ സജ്ജീകരണവുമുള്ള ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകണം എന്ന തീരുമാനം എടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. അതിൽ ഭയങ്കര ഒരു കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഭയങ്കര ഒരു മാനവികതാ ബോധവും ഉള്ള ഒരു തീരുമാനമാണ്. പുനരധിവാസത്തെ വലിയ രീതിയിൽ മീനിങ് ഫുള്ളാക്കുന്ന ഒരു തീരുമാനമാണിത്. അതായത് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നഗരമാക്കി മാറ്റുക, എല്ലാ ആധുനിക സൗകര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പാക്കി മാറ്റുക എന്നുള്ളത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവന് ഭാവിയിലെല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരു സമ്പദ്ഘടന അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് അത് വളരെ വളരെ സെൻസിബിളായിട്ടുള്ള ഒരു തീരുമാനം. ഈ തീരുമാനത്തിനെ മുൻനിർത്തി, ആ തീരുമാനത്തിൻ്റെ പ്രയോഗവൽക്കരണത്തെ മുൻനിർത്തി വേണം വയനാട് പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ കാണും. അപ്പം ആദ്യം വിമർശനം ഉണ്ടായത് കുറച്ച് വീടുകൾ നിർമ്മിച്ച് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അത് ഒരു ബാലിശമായ വിമർശനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തന കാലാവധി കഴിഞ്ഞ് പോകാൻ പോകുന്ന ഘട്ടത്തിൽ അവരുടെ അഭിമാന പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട വയനാട് പുനരധിവാസത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ യാതൊരു തെറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ, അവരുടെ ഒരു മാനവിക ബോധത്തിൻ്റെ, അവരുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു സ്മാരകമായിട്ട് കാലം വിലയിരുത്താൻ പോകുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയെ അനാവരണം ചെയ്തു പോവുക എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും വയനാടിന് വേണ്ടി പണം പിരിക്കുകയുണ്ടായി. ഒരു കല്ലിടൽ ഉദ്ഘാടന മാമാങ്കം നടന്നു എന്നല്ലാതെ യാതൊരു നടപടികളും നടന്നില്ല എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ അത്തരം വിമർശനങ്ങൾ നേരിടേണ്ടത്. അതുപോലെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ വീടുകൾ കൊടുത്തിട്ടും ഇവർക്ക് താമസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ ഒരു വിമർശനത്തെ നമ്മൾ നോക്കി കാണേണ്ടത് വയനാട്ടിൽ ഒരു ടൗൺഷിപ്പാണ് നിർമ്മിക്കുന്നത്. കേവലം ടൗൺഷിപ്പ് എന്നുള്ളതല്ല, ഒരു മാതൃകാ ടൗൺഷിപ്പാണ് നിർമ്മിക്കുന്നത്. അപ്പം അതിലെ പല സംവിധാനങ്ങളും കേന്ദ്രീകൃതമാണ്. ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ വീടുകൾക്കും പ്രത്യേക സെപ്റ്റിക് ടാങ്ക് എന്നുള്ളൊരു സംവിധാനമില്ല, അല്ലെങ്കിൽ മലിനജലം ഒരു പ്രത്യേക ടാങ്കിലേക്ക് കളക്ട് ചെയ്യുക എന്നുള്ള സംവിധാനമില്ല. നേരെ മറിച്ച് ഈ സിസ്റ്റമൊക്കെ പൊതുവായിട്ടുള്ളതാണ്. ഇതിനായിട്ട് വലിയ മേഖലകൾ, വലിയ ഏരിയയിൽ വലിയ കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ശാസ്ത്രീയമായ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും 1-2 കുടുംബങ്ങൾക്ക് പെട്ടെന്ന് കയറി താമസിക്കാൻ കഴിയുന്ന ഒന്നല്ല ഒരു ടൗൺഷിപ്പ് എന്നുള്ളത്. ആ യുക്തിയെ നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും 1-2 വീടുകൾ നിർമ്മിച്ച് നൽകല്ല, ഒരു നഗരം തന്നെ നിർമ്മിച്ച് നൽകുമ്പോൾ ആ നഗരത്തിലെ എല്ലാ സിസ്റ്റങ്ങളും ചാലുവായാൽ മാത്രമേ ആ നഗരത്തിലുള്ള ജീവിതം എന്നുള്ളത് ഏറ്റവും മീനിങ് ഫുള്ളായി മാറുള്ളൂ, അല്ലെങ്കിൽ ഫങ്ഷണലായിട്ട് മാറുകയുള്ളൂ. അപ്പം ഇതൊന്നും കാണാത്ത വിമർശനമാണ് നമ്മൾ ഇത്തരം ബാലിശമായ യുക്തിരാഹിത്യമാണ്, ഇത്തരം വിമർശനങ്ങളുടെ യുക്തിരാഹിത്യത്തെയാണ് നമ്മൾ തുറന്നു കാട്ടേണ്ടതുള്ളത്.
മാത്രമല്ല സർക്കാർ അതുവരെയുള്ള എല്ലാ സംവിധാനങ്ങളും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കുടുംബങ്ങൾ, നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാർ അതുവരെയുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ വാദങ്ങളൊക്കെ തന്നെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. പിന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ള വിള്ളൽ, ക്രാക്ക്, അല്ലെങ്കിൽ വെള്ളം ഊർന്നിറങ്ങുന്നു എന്നുള്ളൊരു വിവാദം. നമ്മൾ വയനാട് പോലെയുള്ള ഒരു കാലാവസ്ഥയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവിധ സാങ്കേതിക വിദ്യ നമ്മൾ പ്രയോഗിച്ചാലും വയനാടിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റാണ്, ക്ലൈമറ്റ് കോൺട്രാസ്റ്റാണ്. അതായത് പകൽ സമയത്ത് ചൂടും രാത്രി സമയത്ത് തണുപ്പുള്ള കാലാവസ്ഥയുള്ള മേഖലയാണ്. അപ്പം ഇങ്ങനെ കാലാവസ്ഥയുള്ള മേഖലയിൽ ക്രാക്ക് വരാൻ, ഏത് കൺസ്ട്രക്ഷനും ചെറിയ രീതിയിലുള്ള ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ശിലകൾ, ഇപ്പം ഞങ്ങൾ ജോഗ്രഫേഴ്സിന് സാധാരണ ഈ ശിലകളിൽ വരുന്ന വെതറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് വരുന്ന സമയത്ത് കോൺട്രാക്ഷൻ, സങ്കോച വികാസങ്ങളിലൂടെ ശിലകൾക്ക് വിള്ളൽ വീഴുകയും ആ ശിലകൾ പൊട്ടി ചിതറുന്ന ഈ ഒരു ഭൗതിക പ്രതിഭാസത്തെക്കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ചെറിയ ക്രാക്കുകൾ ഉണ്ടാവുക, അല്ലെ ചെറിയ ഞെരിയലുകൾ, നല്ല റൂഫിലൊക്കെ ചെറിയ ഞെരിയൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഈ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ആണ് അതിൽ പ്രതി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ അവിടെ ഒരു സംവിധാനമുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഈ ടൗൺഷിപ്പ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനൊരു സാങ്കേതിക സംവിധാനം, അതിൻ്റെ കോൺട്രാക്ടറാണ് ഒരാളെങ്കിൽ, എന്നാൽ അതിനൊരു ടെക്നിക്കൽ ടീം വേറെയുണ്ട്. ഇതിൻ്റെ പെർഫെക്ഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാങ്കേതിക സംവിധാനമുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ഓരോ വീടുകളിൽ വാട്ടർ ബോണ്ടിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. സാധാരണ അങ്ങനെ ഒരു കോൺട്രാക്ടറും നടത്താത്ത കേസാണ്. ഇവിടെ 24 മണിക്കൂറും റൂഫിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ഊർന്നിറങ്ങലിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഊർന്നിറങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി പരിശോധിച്ച് ആ പരിശോധനയുടെ ഫലമായിട്ട് അതിൻ്റെ പരിഹാരം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വളരെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ടൗൺഷിപ്പിനെ കുറിച്ച് അപഖ്യാതി പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? വെറും സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അവരുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇതിനോടുള്ള വിമർശനങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടത് എപ്പോഴാണ്? ഇവർ ഈ ദുരിതബാധിതരോട് സെൻസിബിളായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. ഇവരത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവർ കോടിക്കണക്കിന് രൂപ പിരിച്ചു. അവർ കണ്ണുപൊടിയിടാൻ ഇപ്പോൾ തൽക്കാലം ആനകൾ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു സ്ഥലം വാങ്ങി, ഒരു തോട്ടഭൂമി വാങ്ങി. ആ തോട്ടഭൂമിയിൽ കൺസ്ട്രക്ഷന് വേണ്ടി ഒരു ഉദ്ഘാടനം ചെയ്ത് കല്ലിട്ട് പോയി എന്നുള്ളതല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് കിട്ടിയ പണം ഇതിന് തികയില്ല എന്നാണ് പറയുന്നത്. സ്ഥലം വാങ്ങിയതോടുകൂടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വേറെ 5 കോടി രൂപയാണ് പിരിച്ചെടുത്തതെന്നാണ് പറയുന്നത്. DYFI പോലും 20 കോടി രൂപയാണ്, ഒരു യുവജന സംഘടനയായ DYFI പോലും 20 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ എത്ര കോടി ഉറുപ്പ്യ മുസ്ലിം ലീഗ് ചെയ്തിട്ട് അവർ ചില പുനരധിവാസ പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം പണം പിരിക്കുക, ഇവർ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. അത്ര ഇൻസെൻസിറ്റീവായിട്ടുള്ള ഈ മനുഷ്യരുടെ ഇത്തരം അപഖ്യാതികൾ വീണു പോകാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തേണ്ടത് കേരള സമൂഹമാണ്. ഇത്തരം വിടുവായന്മാരെ മാനിക്കാതിരിക്കുക എന്നുള്ളതാണ് കേരള സമൂഹം ചെയ്യുന്നത്. ഇവർ സെൻസിബിളേ അല്ല. ഇവർക്ക് ഒരു സമൂഹത്തിനോടോ അല്ലെങ്കിൽ ഒന്നിനോടോ കടപ്പാടില്ലാത്തൊരു ടീമാണ്. തെരഞ്ഞെടുപ്പ് മാത്രം വരുമ്പോൾ ഇവർ സംഘടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധികാരത്തിലേറുന്ന, അത് കേരളത്തിൻ്റെ ഒരു സൈക്കിയുടെ പ്രോബ്ലം ഉണ്ട്. കേരളം പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ഒരു മേഡ്നെസ്, കേരള സമൂഹത്തിന് ഒരു വേ ഓഫ് മേഡ്നെസ് ഉണ്ട്. ആ മേഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു റുട്ടീനോടുള്ള എപ്പോഴും ഒരു നിഷേധാത്മക സ്വഭാവം വരികയും ആ റുട്ടീനെ മറികടക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറേ അല്പന്മാരെ തലയിലേറ്റ് നടക്കുന്ന ഒരു സ്വഭാവം കേരള സമൂഹത്തിന് എന്നുമുണ്ട്. അല്ലെങ്കിൽ ജാതിബോധം, മതബോധം, ഇങ്ങനെയുള്ള ഒരുപാട് ഭയങ്കര പുരോഗമനം പറയുമെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം കേരളത്തിൽ, ഒരു മേഡനെസ് കേരള സൊസൈറ്റിക്ക് എപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് കേരള സൊസൈറ്റിയെ വിശകലനം ചെയ്യുന്ന സമയത്തും പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വയനാട് പുനരധിവാസ പദ്ധതി ലോകം നാളെ കേരളത്തിനെ നോക്കി സെല്യൂട്ട് ചെയ്യുന്ന പദ്ധതിയാണ്.
കാരണം അത്രയും മാതൃകാപരമായിട്ടാണ് ആ പദ്ധതി ആവിഷ്കരിച്ചത്, രൂപപ്പെടുത്തിയത്, ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് നേരെ ഇത്തരം അപഖ്യാതികളെ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിച്ചത്. ഓക്കെ.